കഴിഞ്ഞ ഒരു മാസം മുന്നേ ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു. അപ്പോൾ അതിന് ഒരുപാട് വ്യൂസും കമൻസും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതിനൊരുപാട് സന്തോഷമായി. കാരണം ഞാനതിൽ പറയുന്നുണ്ടായിരുന്നു, എനിക്ക് സംസാരിക്കാനായിട്ട് എന്നോട് ഇടയ്ക്ക് സംസാരിക്കാൻ പാടില്ല, ഞാൻ പറയുന്നത് കേൾക്കണമെന്ന്. അപ്പോൾ ഞാൻ പറയുന്നത് കേൾക്കാൻ ഇത്രയും ആൾക്കാരുണ്ടായിരുന്നു എന്നെനിക്ക് കണ്ടപ്പോൾ എന്താ പറയുക, ഭയങ്കര ഒത്തിരി ഹാപ്പിയായി ഞാൻ. പിന്നെ അതിനൊരു വേറൊരു വീഡിയോ അടുത്ത് ചെയ്യണം എന്നൊക്കെ ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷേ എൻ്റെ സാഹചര്യം കൊണ്ട് എനിക്കൊന്നും പറ്റിയില്ല. അപ്പം ഇപ്പം എനിക്ക് സംസാരിക്കാനുള്ളൊരു സമയമുണ്ട്. അത് സമയം എന്ന് വെച്ചാൽ മറ്റേ എന്താ പറയുക, എല്ലാവരും പറയുന്നില്ല സമയമില്ല ആ സമയമല്ല, ആ ഒരു എന്താ പറയുക, സംസാരിക്കാനുള്ളൊരു മൂഡുണ്ട് എന്ന് കരുതി. അപ്പോൾ ഇന്ന് തന്നെ വീഡിയോ ചെയ്തേക്കാമെന്ന് കരുതി. അപ്പോൾ ഈ കഴിഞ്ഞ ദിവസം ഏപ്രിൽ 11 എൻ്റെ ഹാരൂനും ഹായ്ക്കും 1 വയസ്സായി. അപ്പോൾ അന്നത്തെ ദിവസം ഞാൻ ഒത്തിരി സന്തോഷമുണ്ടായിരുന്നു. കാരണം അവർക്ക് 1 വയസ്സായി. അതുകൂടാതെ അവരുടെ ബർത്ത്ഡേ നന്നായിട്ട് തന്നെ ആഘോഷിക്കാനും പറ്റും. അതായത് എൻ്റെ പ്രഗ്നൻസി ടൈമിൽ 7 മാസത്തെ ചടങ്ങാവട്ടെ, വളകാപ്പാവട്ടെ, അങ്ങനത്തെ ഒരു ചടങ്ങുകളും അങ്ങനെയുള്ളൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ അവരുണ്ടായി കഴിഞ്ഞിട്ടുള്ള ഒരു ആഘോഷം എന്ന് പറഞ്ഞാൽ അവരുടെ ബർത്ത്ഡേ ആയിരുന്നു. അപ്പോൾ അത് എന്നിട്ട് തന്നെ ആഘോഷിക്കണം എന്ന് എൻ്റെ വലിയൊരു ആഗ്രഹമായിരുന്നു. എൻ്റെ ഹസ്ബൻഡിനോട് ഞാനത് പറഞ്ഞപ്പോൾ അദ്ദേഹം നല്ല രീതിയിൽ തന്നെ അത് എന്താ പറയുക ചെയ്തു. എനിക്കതിൽ അന്നത്തെ ദിവസമാണ് ഞാൻ ഏറ്റവും കൂടുതൽ സന്തോഷിച്ചത്. ഹാരൂ ഹായ് ഉണ്ടായതിന് ശേഷം പിന്നെ എനിക്ക് ഏറ്റവും നല്ലൊരു ഹാപ്പി മൊമെൻ്റ് എന്ന് പറയുന്നത് അന്നത്തെ. കാരണം അന്ന് കേക്ക് കട്ട് ചെയ്തപ്പോഴൊക്കെ ആണെങ്കിലും രണ്ടുപേരും നല്ല ഹാപ്പിയായിരുന്നു. അവർ നിങ്ങളുടെ എല്ലാവരും എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് ഒരു പ്ലാനോടെയൊക്കെ ആയിരിക്കും. അപ്പം കുഞ്ഞു കുട്ടികളെന്ന് പറഞ്ഞാൽ അവർക്ക് അങ്ങനെ ഒരു പ്ലാനൊന്നുമില്ല. അവരെ ആ കാണുന്ന സമയത്ത് അവരെന്താണോ പ്രകടിപ്പിക്കുന്നത് അതാണ് അവരുടെ അവർക്ക് ആ സമയത്തുണ്ടാകുന്ന ആ ഒരു വികാരം. അപ്പോൾ എൻ്റെ കുഞ്ഞുങ്ങൾ രണ്ടുപേരും ഹാപ്പിയായിരുന്നു. അപ്പോൾ എനിക്ക് മനസ്സിലായി അവരിതിൽ ഈ ഒരു സാഹചര്യം അല്ലെങ്കിൽ ഈ ഒരു സമയം അവർ ഹാപ്പിയാണെന്നുള്ളത്. അപ്പോൾ അത് കണ്ടപ്പോൾ പിന്നെ എനിക്ക് വേറെ ഒന്നും നോക്കാനില്ല, ഞാൻ ഹാപ്പിയായി. പിന്നെ വീഡിയോ എടുക്കാൻ പറ്റിയ സമയം എന്ന് പറയുന്നത് എനിക്കാണെങ്കിൽ സൗണ്ടും ഇല്ല, ഒന്നുമില്ല. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഒരു ചുമയും വന്നുകൊണ്ടിരിക്കും. പക്ഷെ സംസാരിക്കാൻ തോന്നുന്നത് ഇപ്പോഴാണ്. എന്ത് ചെയ്യാൻ പറ്റും, തോന്നുമ്പോഴല്ലേ നമുക്ക് സംസാരിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ തോന്നുമ്പോൾ സംസാരിക്കാൻ മാത്രമല്ല, എപ്പോഴാണ് നമുക്കൊരു കാര്യം ചെയ്യണമെന്ന് തോന്നുന്നത് അന്നല്ലേ ചെയ്യാൻ പറ്റും. എനിക്കിപ്പോഴാണ് സംസാരിക്കാൻ തോന്നുന്നത്, പക്ഷെ നല്ല സമയമാണ്. പിന്നെ ഇതൊക്കെയായിരുന്നു എൻ്റെ ഈ മാസത്തെ ഓരോ ദിവസങ്ങളെന്ന് പറയുമ്പോൾ. ഞാനിങ്ങനെ വേഗം പോകാൻ വേണ്ടി നോക്കിയിരിക്കുകയായിരുന്നു, എത്രയും പെട്ടെന്ന് ഏപ്രിൽ 11 ആയാൽ മതി എന്നും പറഞ്ഞു. അങ്ങനെ അത് കഴിഞ്ഞു. പിന്നെ കുട്ടികളുടെ ഗിഫ്റ്റൊക്കെ അൺബോക്സ് ചെയ്യുന്നൊരു വീഡിയോ ഒക്കെ ചെയ്യണമെന്ന് പ്ലാൻ ഉണ്ടായിരുന്നു. പക്ഷെ അതൊന്നും നടന്നില്ല കേട്ടോ. കാരണം അവർക്ക് ടോയ്സ് അല്ല, കൂടുതലും ഡ്രസ്സൊക്കെ ആയിരുന്നു. അപ്പോൾ ഡ്രസ്സൊക്കെ അപ്പോൾ തന്നെ അവർക്ക് കാണാൻ വേണ്ടിയിട്ട് ഞാനത് ഓപ്പൺ ചെയ്ത് കൊടുത്തു. പിന്നെ ഓപ്പൺ ചെയ്തത് വീണ്ടും എടുത്ത് അൺബോക്സ് ചെയ്ത് ചെയ്യാമെന്ന് പറഞ്ഞൊരു മടുപ്പ് പിടിച്ചവരുടെ ആയതുകൊണ്ടും ഞാൻ വേണ്ടെന്ന് വെച്ചു. പിന്നെ അവർക്കാണേലും ആ ഗിഫ്റ്റ് എന്താണെന്നല്ല കണ്ട്, അവർക്ക് അതിൻ്റെ അകത്തുള്ള കവറും പേപ്പറും അതൊക്കെ മതിയായിരുന്നു. പിന്നെ ഇനിയും ബർത്ത്ഡേ വരുമല്ലോ, അന്നേരം ചെയ്യാമെന്ന് കരുതി. പിന്നെ അവർക്ക് ബർത്ത്ഡേ വരണ്ട, അല്ലാതെ നമ്മൾ ഗിഫ്റ്റൊക്കെ വാങ്ങിച്ചു കൊടുക്കുമല്ലോ, അന്നേരമൊക്കെ ഇതുപോലെ വീഡിയോസൊക്കെ നമുക്ക് എടുക്കാം എന്ന് ഞാനങ്ങ് വിചാരിച്ചു. പിന്നെ ഇപ്പോൾ അവരുടെ നല്ല ഉറക്കമാണ്, അതുകൊണ്ട് എനിക്ക് അത്യാവശ്യം നല്ല സമയമുണ്ട്. ആ സമയത്ത് കുറച്ച് സംസാരിക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഞാനന്ന് വീഡിയോ ചെയ്തതിന് ശേഷം എന്താ പറയുക, ഞാനപ്പോൾ തന്നെയാണ് ഞാൻ ഇങ്ങനെയൊക്കെയാണോ സംസാരിച്ചത്, ഞാനിങ്ങനെ മാറിപ്പോയോ എന്നൊക്കെ. പക്ഷേ വേറൊരാളെ വേദനിപ്പിക്കാതെ നമ്മൾക്കൊരു മാറ്റം വരിക എന്ന് പറയുന്നത് ഒരു വലിയ കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അപ്പം ഞാനാരെയും വേദനിപ്പിച്ചിട്ടില്ല. എന്താ പറയുക, ഞാൻ എൻ്റെ മാറ്റങ്ങൾ എനിക്ക് മുന്നോട്ട് ഹാരൂൻ്റെയും കൂടെ ഇരിക്കാനും വേണ്ടിയിട്ടുള്ളതാണ്. അപ്പം ഞാൻ അങ്ങനെ ഒന്ന് കുറച്ച് സ്ട്രോങ് ആവുന്നതുകൊണ്ട് വേറെ പ്രശ്നമൊന്നുമില്ലെന്ന് എനിക്ക് മനസ്സിലായി. പിന്നെ ഓരോ കമൻസ് ആണെങ്കിലും നമ്മുടെ കൂടെയുള്ള ആരും പറയാത്ത ഒരു
കമൻസൊക്കെ ആയിരുന്നു അതിൽ എനിക്ക് ഫീൽ ചെയ്തത്. പിന്നെ ആരും എൻ്റെ പല്ല് നല്ലതെന്നൊക്കെ പറഞ്ഞു. പക്ഷേ പല്ലൊക്കെ കുറച്ച് പ്രശ്നമാണ്, ബ്ലീഡിങ് ഗംസാണ്. അതുകൊണ്ട് അത്ര നല്ല പല്ലൊന്നുമല്ല, പുഴുപ്പല്ലല്ല. പക്ഷേ എൻ്റെ ഓസ്റ്റിയോപൊറോസിസ് എന്ന് പറയുന്ന കാര്യമുള്ള പോലെ തന്നെ എൻ്റെ പല്ലുകൾക്കും ചെറിയ ചെറിയ പ്രശ്നങ്ങളുണ്ട്. അപ്പം അതുകൊണ്ട് ഞാൻ ആദ്യം ഒരു വീഡിയോ ചെയ്തിരുന്നു. ആ വീഡിയോയിൽ എൻ്റെ ഫ്രണ്ടിലത്തെ പല്ലിനകത്തൊന്ന് ബ്ലഡ് ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുകയായിരുന്നു. അപ്പം എല്ലാവരും ഓർക്കുമ്പോൾ ലക്ഷ്യം വന്ന് സംസാരിക്കുന്നു. അതുകൊണ്ട് ഞാനത് ഡിലീറ്റ് ചെയ്തിട്ട് രണ്ടാമതെടുത്താണിത്. ഇതിൽ വലിയ കുഴപ്പമൊന്നും കാണുന്നില്ല. പിന്നെ അങ്ങനെയൊക്കെ ഇപ്പോൾ ഓർക്കുമായിരിക്കും, ഇത്രയൊക്കെ ആണെങ്കിലും വീഡിയോ എടുക്കാതിരുന്നൂടെ, അല്ലെങ്കിൽ കുറച്ച് നേരം മിണ്ടാതിരുന്നൂടെ എന്നൊക്കെ. പക്ഷെ ഞാനിപ്പോഴാണ് സംസാരിക്കുന്നത്. എൻ്റെ സൗണ്ട് കുറച്ച് പ്രശ്നമാണ്, ചെറിയൊരു പനി പിടിച്ചാണ്. അത് തനിയെ മാറിക്കോളും. അത് മാറുന്നവരെ വെയിറ്റ് ചെയ്തിരുന്ന എൻ്റെ മൂഡ് പോകും, പിന്നെ എനിക്ക് സംസാരിക്കാൻ തോന്നുന്നില്ല. അപ്പോൾ അതുകൊണ്ട് മൂഡ് പോകുന്നതിനിപ്പുറം എനിക്ക് സംസാരിക്കാൻ കരുതി ഉള്ള സൗണ്ടൊക്കെ വെച്ച് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ കരുതി. പിന്നെ തൽക്കാലം ഇതൊക്കെയാണ് എൻ്റെ വിശേഷങ്ങൾ. ഇനിയും കുറച്ച് വീഡിയോസൊക്കെ ആയിട്ട് ഞാൻ ഉടനെ വരും എന്ന് ഞാൻ തന്നെ പ്രതീക്ഷിക്കുന്നു. അപ്പം തൽക്കാലം ടാറ്റാ ബൈ ബൈ.